MES College of Engineering and Technology കുന്നക്കര APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള AICTE അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ MESന്റെ പ്രമുഖ സ്ഥാപനത്തിൽ 2024 വർഷത്തെ പ്രവേശന നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ISO 9001:2050 അംഗീകാരമുള്ള ഈ സ്ഥാപനത്തിലെ പ്രമുഖ ബിടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം. വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും. MES മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം. ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് MES സ്കോളർഷിപ്പുകൾ നൽകുന്നു. അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ: ഫോൺ 944 77 816111 8089921675. നമ്മൾ കൊച്ചിക്കാരുടെ നേതൃത്വത്തിൽ തൊപ്പുംപടി സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു. ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ നമ്മൾ കൊച്ചിക്കാർ വിദ്യാർത്ഥികൾക്കായി ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. തൊപ്പുംപടി സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് തൊപ്പുംപടി സർക്കിൾ ഇൻസ്പെക്ടർ ഫിറോസ് ഉദ്ഘാടനം ചെയ്തു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം. അത് എന്നേക്കാൾ മുമ്പേ തന്നെ പലവിധ പരിപാടികളിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. എങ്കിൽ തന്നെയും ചില വിഷയങ്ങൾക്ക് പ്രസക്തിയുണ്ട്. അത് കാലാകാലമായി ചില വിഷയങ്ങൾക്ക് പ്രസക്തിയേറി വരികയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം. ഇന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ അത് പ്രകടമായി എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുമില്ല. ഇന്ന് നാം ഏതൊരു കുറ്റകൃത്യം എടുത്ത് പരിശോധിച്ചാലും അതിന്റെ എല്ലാം പിന്നിൽ ലഹരിയുടെ ഒരു കറുത്ത കരം പ്രവർത്തിക്കുന്നുണ്ട്. അത് കുറ്റകൃത്യങ്ങളിൽ മാത്രമല്ല, എല്ലാ വിഷയങ്ങളിലും, ദാമ്പത്യ വിഷയങ്ങളിലായാലും കുടുംബ വിഷയങ്ങളിലായാലും എല്ലാ മേഖലയിലും ലഹരിയുടെ ഒരു അതിപ്രസരം കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലഹരിക്കെതിരെ പോരാടുക എന്ന് പറയുന്ന ആ ഒരു വിഷയത്തിന് നമ്മൾ കൊച്ചിക്കാർ ചെയർമാൻ ജബ്ബാർ ഉപ്പാസ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക മേരി ആൻഡ് പ്രീതി ബാസ്റ്റിൻ, PTA പ്രസിഡന്റ് മെർലിൻ ജോബ്, പ്രൊജക്ട് വേണ്ട കൌൺസിലിംഗ് അംഗങ്ങളായ നീനു മാത്യു, നിഗാൻ ഇബ്രാഹിം എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കൊച്ചി നഗരസഭാ കൌൺസിലർ ഷീബ ഡൂറം, വിൻസി ബൈജു, KA ഹുസൈൻ, ജോളി ടീച്ചർ, രേണുക പ്രദീപ്, ഫാസില സൈനുദ്ദീൻ എന്നിവർ പ്രസംഗിച്ചു. പ്രവർത്തകൻ എന്ന നിലക്ക് സേവ് കൊച്ചി എന്ന് പറയുന്ന സംഘടനയുടെ അംഗമായിരുന്നു. അത് ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റ് പോലും ഇങ്ങനെ അന്തിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ഞങ്ങളുടെ സ്റ്റൈൽ ഓഫ് വേ അങ്ങനെയായിരുന്നു. കാരണം മക്കളെ ചെയ്യരുത് എന്ന് നല്ലത് പറഞ്ഞു കൊടുത്തിട്ട് അതിൻ്റെ ദൂഷ്യഫലങ്ങൾ കാണിച്ചു കൊടുത്തിട്ടും അനുസരിക്കാതെ പോയി മട്ടാഞ്ചേരി പോലുള്ള ചില പ്രദേശങ്ങളിൽ, ചില ഉൾസൈഡുകളിൽ, ചില പ്രദേശങ്ങളിൽ, പ്രത്യേക പ്രദേശത്തൊന്നും എടുത്തു പറഞ്ഞ് മോശപ്പെടുത്തുന്നില്ല. പക്ഷെ മോശം എന്ന് പറയാത്തതാണ് നമുക്കുള്ള പ്രശ്നം. നമ്മളത് ചൂണ്ടിക്കാണിച്ചിട്ട് രഹസ്യമായി വെക്കുമ്പോൾ എൻ്റെ കുട്ടി അതിന് അടിമയാണെങ്കിൽ, എൻ്റെ കുട്ടി അതിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ. സെക്രട്ടറി ക്ലീറ്റസ് സ്വാഗതവും കൺവീനർ ശൈല പവിത്രൻ നന്ദിയും രേഖപ്പെടുത്തി. തുടർന്ന് ടീം കൗൺസിൽ പ്രൊജക്ട് വേണ്ട പ്രതിനിധികൾ വിദ്യാർത്ഥികൾക്ക് ലഹരി വിരുദ്ധ ക്ലാസ് നടത്തി. ന്യൂസ് ബ്യൂറോ, തൊപ്പുംപടി.